ഇന്ന് ഞങ്ങൾക്ക് ചക്കപ്പണിയാണ്. ചക്കപ്പഴം വിളയിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പം ഞാൻ എടുത്തെന്നറിയോ, ലീലേച്ചി നന്നാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേനും കുറച്ച് ചക്ക ഇങ്ങ് എടുത്തു. നമുക്ക് 4 മണിക്കത്തേക്കിനൊരു ചായക്കടി ഉണ്ടാക്കാം. നല്ല ചക്ക, നമ്മുടെ ചക്ക തന്നെ കേട്ടോ. കുറച്ചെടുത്തിട്ട് ഒരപ്പം 4 മണിക്കത്തേക്കിന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാവേ. ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ഇതാ ചക്കയൊക്കെ ഇങ്ങനെ അരച്ചുകൊണ്ട് വന്നു കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒരു പാനിൽ. ഈ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ജലാംശമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം, മധുരത്തിന് പാകത്തിന്. ഇനിയിപ്പോൾ ശർക്കര ഇല്ലാത്തൊരു പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് ശർക്കരയ്ക്ക്. ഈ ചക്കയുമായിട്ടൊന്ന് സെറ്റായിക്കോട്ടെ. സമയത്ത് കുറച്ച് തേങ്ങാപ്പിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ അങ്ങോട്ട് കിടന്ന് റെഡി ആയിക്കോട്ടെ. കണ്ടോ, ഇതൊന്ന് നന്നായിട്ടൊന്ന് റെഡി ആകുമ്പോൾ എന്താ ഇച്ചിരി ഏലക്കാപ്പൊടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണേ. ഇനി ഇതിനകത്തോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയെടുക്കാം. ഒരു വാഴയിലെടുത്ത് അതിനകത്തോട്ട് പരത്തി കൊടുക്കുക. ചൂടായിരിക്കുന്ന നമ്മുടെ തവയിലോട്ട് അങ്ങോട്ട് വെക്കുന്നു. ചെറുതീയിൽ അങ്ങോട്ട് വെന്തോട്ടെ. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. ഇതാ നോക്കിയേ, നമ്മുടെ ചക്കാട കണ്ടോ, നല്ല അടിപൊളി ചക്കാട കണ്ടോ. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ചക്കാട. ചക്കയുടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 2 പാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, വേഗം ആകാനാണ്. ഇത് കണ്ടോ, ഒരെണ്ണം ആയപ്പോൾ തന്നെ കഴിച്ചൊന്ന് കാണിച്ചേക്കാം. എന്നാ ടേസ്റ്റാണെന്നറിയാതെ. നമ്മുടെ കട്ടൻ ചായയുടെ കൂടെ 4 മണിക്ക് സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.